ഹലോ എവരിവൺ, എല്ലാവർക്കും ഈസിലി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ സുഖം വിശ്വസിക്കുന്നു. അപ്പം പ്രധാനമായിട്ട് ഈ പറയുന്ന PSC എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്നവർ ഫോക്കസ് ചെയ്ത് നോക്കുന്ന ഒരു എക്സാമിനേഷനാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്, അല്ലേ? എനിക്കറിയാം, ഈ പറയുന്ന PSC എഴുതിയ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവർ പ്രധാനമായിട്ടും നോക്കുന്ന ഒരു എക്സാമാണ് ഈ പറഞ്ഞ LGS എക്സാം എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന സംവിധാനമാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാമും കൂടിയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന്റെ ഒക്കെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യമൊക്കെ, അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ PSCയുടെ ഭാഗത്തുനിന്ന് പുതിയ നോട്ടീസൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രധാനമായിട്ട് അത് നോക്കുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് പറയുന്ന അതിൻ്റെ എലിജിബിലിറ്റിയും, അല്ലേ, അതിൻ്റെ ഏജ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് പ്രധാനമായിട്ട് ഇതിൻ്റെ സിലബസും അതുപോലെ എങ്ങനെയൊക്കെ പഠിക്കാമെന്നുള്ളതും, അല്ലേ? അപ്പോൾ നമ്മളെല്ലാം നോക്കിയാൽ പോലും നമ്മൾ ഈ പറയുന്ന സിലബസ് എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നല്ല സ്റ്റഡി പ്ലാൻ ഇല്ലാതെ പോകുന്നതാണ് പ്രധാനമായിട്ടും ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കാതെ. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ PSC എക്സാമിനേഷൻ എന്നവർക്ക് വലിയ പാട് കാണില്ല. പക്ഷേ ഞാൻ പ്രധാനമായിട്ടും ഈ പറയുന്ന PSC എക്സാമിനേഷൻസിലേക്ക് ഈ പറയുന്ന ആദ്യമായിട്ട് വരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ കാണും, അല്ലേ? അപ്പോൾ അവർക്കാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പ്രധാനമായിട്ട് നേരിടാൻ പോകുന്നത്. കാരണം എവിടെ നിന്ന് തുടങ്ങണമെന്നോ, എങ്ങനെ പഠിക്കണമെന്നോ, എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ ഫോം ചെയ്യണമെന്നോ, സിലബസ് എങ്ങനെ മനസ്സിലാക്കണമെന്നോ ഒരുപാട് പേർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന കമ്പനി ബോർഡിലേക്കുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം PSCയുടെ ഭാഗത്ത് പുതിയൊരു നോട്ടീസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നവംബർ മാസത്തിൽ തന്നെ എന്ത് ചെയ്യും, പുതിയ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത് അതും തീർച്ചയാണ്, അല്ലേ? നിങ്ങൾക്കറിയാമായിരിക്കും, ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ, അല്ലേ, ഈ പറയുന്ന സർക്കാർ ഉടമസ്ഥയിലുള്ള ഈ പറയുന്ന വിവിധ കമ്പനികളുടെ ബോർഡുകളിലേക്ക്, അല്ലേ, ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് അദ്ദേഹത്തിന് നോട്ടിഫിക്കേഷൻ വരുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിൽ മുൻ വർഷങ്ങളിലെ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവിധ ബോർഡുകളിലേക്ക് LGS എന്ന് പറയുന്ന തസ്തികയിലേക്ക് പറഞ്ഞ 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയാണ് 18 മുതൽ 36 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പറയുന്ന കമ്പനി ബോർഡുകളിലേക്ക് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്ന എക്സാമിനേഷൻ സിലബസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. വലിയ വ്യത്യാസമൊന്നും ഒരിക്കലും ചെയ്യുന്നില്ല, സിലബസ് വരാൻ പോകുന്നില്ല. വലിയ വ്യത്യാസമൊന്നും പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സിലബസുകളിൽ. അപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സിലബസിൽ കാണാൻ കഴിയുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷും മലയാളം അതിനകത്ത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന എക്സാമിനേഷനൊക്കെ തയ്യാറെടുക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ലൊരു രീതിയിൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 3000+ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയും കൂടിയാണ് ഇപ്പോൾ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഈ വർഷം പോകുന്ന എക്സാമിനേഷൻസിലെ 80% കൂടുതൽ ഈ പറയുന്ന പ്രിലിംസ് സംവിധാനങ്ങൾ ഉണ്ടാകാൻ വഴിയില്ല. ലെറ്റ് എക്സാം തന്നെ നടത്തി ക്ലോസ് ചെയ്യണ പതിവ്. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 20% അടുപ്പിച്ച് ഈ പറയുന്ന പ്രിലിംസും മെയിൻസും എക്സാമിനേഷൻ രണ്ട് ഘട്ടമായിട്ട് എക്സാമിനേഷൻ നടത്തി എന്ത് ചെയ്യുന്ന ആളുകൾ എടുക്കാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു, പക്ഷേ ഈ വർഷം നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ പറയുന്ന 2 ഘട്ടമായിട്ടുള്ള എക്സാമിനേഷൻ നടക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുൻവർഷത്തെ ഈ പറയുന്ന സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന 5 ഘട്ടങ്ങളായിട്ടും കാണാൻ സാധിക്കും, ഈ പറയുന്ന അല്ലെങ്കിൽ 5 പാർട്സായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമത് പറയാം പൊതുവിജ്ഞാനമാണ്, ആനുകാലിക വിഷയങ്ങൾ, സയൻസ്, പൊതുജന ആരോഗ്യം, ലഘുഗണിതവും മാനസിക ശേഷിയും, നിരീക്ഷണ പാഠം, അതായത് മെന്റാലിബിലിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ പറയുന്ന സിലബസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോന്നിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിലബസിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ, അല്ലേ, ഈ പറയുന്ന നവംബർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ ആദ്യം സിലബസ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? നമുക്കറിയാം, പുതിയ സിലബസ് വന്നാലും ഇതിനകത്ത് നിന്ന് വലിയ വ്യത്യാസങ്ങൾ നമുക്ക് വരാൻ വഴിയില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ പറയുന്ന സിലബസ് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പൊതുവിജ്ഞാനം പ്രധാനമായിട്ട് ഈ പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങൾ ബന്ധപ്പെട്ട സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, യുദ്ധങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത്, പദ്ധതികളും മേഖലയിലെ പുരോഗതി നേട്ടങ്ങളും. മാർഗൻ്റെ കാര്യം നോക്കണം, മാർഗത്തിനകത്ത് വ്യത്യാസം വരും. പിന്നെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഈ പറയുന്ന പൊളിറ്റിക്കകത്ത് വരുന്ന സംവിധാനങ്ങളെല്ലാം അതിനകത്ത് വരുന്നതായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയെ ബന്ധപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ട് സവിശേഷ ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി എല്ലാം അതിൻ്റെ അതിർത്തികളെല്ലാം അതിനകത്ത് വരുന്നതായിരിക്കും. അതേപോലെ എൻ്റെ കേരളവും ഭൂമിശാസ്ത്രം, മലനാട് ഇടനാട് തീരപ്രദേശത്തൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യാറില്ല. അതുപോലെ കായലുകൾ, വന്യജീവി സങ്കേതങ്ങൾ, വൈദ്യുത പദ്ധതികൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, ഡാമുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും ചോദിക്കാൻ ഇടയുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
കേരളത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നവോത്ഥാന മുന്നേറ്റങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത്, ശാസ്ത്ര സാങ്കേതിക കലാകായിക മേഖലയെക്കുറിച്ചുള്ള ഇതിന് ബന്ധപ്പെട്ട വിവരങ്ങൾ, അതേപോലെ തന്നെ ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ടുള്ളതാണ് സയൻസ് വിഷയം എന്ന് പറയുന്നത്. എന്താണ് ആ ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രധാനമായിട്ട് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ജീവകങ്ങൾ എന്താണ് അതില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത്, അതേപോലെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ ഏതെല്ലാമാണെന്നുള്ളത്, വനവിഭവങ്ങൾ ഏതെല്ലാമാണ്, പരിസ്ഥിതി പ്രശ്നങ്ങളും. ഭൗതിക ശാസ്ത്രം നോക്കുക, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൽ രസതന്ത്രം നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ട് ആറ്റത്തിന്റെ ഘടനയും അതിന് അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവിടെ വർഗീകരണവും, ഹൈഡ്രജൻ ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിലെ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജ്ജവും, താപവും ഊഷ്മവും, പ്രകൃതിയിലെ ചലനം ബലവും, ശബ്ദവും പ്രകാശം, സൗരയുദ്ധവും സവിശേഷതകളാണ് പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത്. പൊതുജനാരോഗ്യം നോക്കുകയാണെങ്കിൽ സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം, ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാമാണ്, കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ളതും, ലഘുഗണിതം അതായത് മാത്തമാറ്റിക്സ്, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും മെന്റൽ അബിലിറ്റിയും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സംഖ്യകളും അടിസ്ഥാന ക്രിയകൾ ഏതെല്ലാമാണ്, ലസാഗു ഉസാഗ ഇപ്പോൾ HCF LCM സംവിധാനങ്ങളെ, ഭിന്നസംഖ്യകൾ ഏതെല്ലാമാണ്, ദശാംശ സംഖ്യ ഡെസിമൽ സംഖ്യകൾ ഏതെല്ലാമാണ്, അതുപോലെ എന്താണ് വർഗവും വർഗ്ഗമൂലവും, ശരാശരി, ആവറേജ്, ലാഭവും നഷ്ടം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സമയവും ദൂരവും, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇതിൽ അല്ലേ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നിവനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ മാച്ചിനകത്ത് വരുന്നതായിരിക്കും. മാനസിക ശേഷി നോക്കണം, ഈ പറഞ്ഞ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, മറ്റു പറഞ്ഞ ശ്രേണികൾ അല്ലെ ഈ പറഞ്ഞ പ്രോഗ്രഷൻ സംവിധാനങ്ങളെല്ലാം വരുന്നതിനകത്താണ്. സമാന ബന്ധങ്ങൾ, തരംതിരിക്കലുകൾ, അതേപോലെ പറയുന്നത് അർത്ഥവത്തായ രീതിയിൽ പദങ്ങൾ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തും, ഓടുവൺ ഔട്ടുകൾ, അതിൽ എന്താണ് ഈ പറയുന്ന വയസ്സുമായി ബന്ധപ്പെട്ട ഏജ് അല്ലെങ്കിൽ പ്രോബ്ലം റിലേറ്റഡ് ടു ഏജസ്, ഈ പറയുന്ന സ്ഥാനം നിർണ്ണയം എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഈ പറയുന്ന മാനസിക ശേഷി നിരീക്ഷണ പരിശോധന പ്രധാനമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ പറയുന്ന എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില പാറ്റേൺസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ പറയുന്ന ഏത് വർഷത്തിൽ ഈ പറയുന്ന PSC എക്സാമിനേഷൻ ഈ പറയുന്ന നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് SCRT ചാപ്റ്റേഴ്സാണ്. ഓക്കെ ഈ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുന്നവരെ നിങ്ങൾക്ക് നല്ല കാര്യമാണ്. ഈ പറയുന്ന റാങ്ക് ഫെയിലും മറ്റേ ആളൊക്കെ മേടിച്ച് പഠിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ ഈ പറയുന്ന SCRT പുസ്തകങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ പറയുന്ന ഈ വർഷങ്ങളിൽ ഈ പറഞ്ഞ ഒരുപാട് ക്ലാസ്സുകൾ, ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ ക്ലാസ്സുകളേക്കാൾ ഈ പറയുന്ന SCRT പുസ്തകങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കും, ഈ പറയുന്ന PSC എക്സാമിനേഷൻസിനും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ വരുന്ന PSC എക്സാമിനേഷൻസ് ഈ പറഞ്ഞ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. കാരണം ഈ പറയുന്ന SCRT ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രധാനമായിട്ടും ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹിസ്റ്ററി പോർഷൻസ് ആയിക്കോട്ടെ, സയൻസ് പോർഷൻസ് ആയിക്കോട്ടെ, അങ്ങനത്തെ പ്രധാനമായിട്ട് ഈ പറയുന്ന SCRT ചാപ്റ്റേഴ്സ് ബേസ്ഡ് തന്നെ ആയിരിക്കും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുന്നവർ നിങ്ങൾ റാങ്ക് ഫെയിലും മറ്റേ ആളൊക്കെ വെച്ച് പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് കൂടെ തന്നെ SCRT ചാപ്റ്റേഴ്സ് നിങ്ങളോട് എന്ത് ചെയ്യണം, അതൊന്ന് പഠിച്ചിട്ട് പോകണമെന്ന് നിർബന്ധമാണ്. പഠിച്ചു തുടങ്ങുന്ന ഒരു കാര്യമാണ് പറയുന്നത്. SCRT ചാപ്റ്റേഴ്സും ബാക്കിയുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സിലബസ് കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ പലരും ചെയ്യുന്നതും ചിലർ ചെയ്യാൻ മടിക്കുന്നതായിട്ട് കാര്യമാണ് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സിലബസ് മാത്രം കവർ ചെയ്താൽ പോരെ, എങ്ങനെ ചോദ്യങ്ങൾ വരുമെന്ന്, എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സിലബസ് പഠിക്കും, നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കും. പക്ഷേ അങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെ നേരിടണമെന്ന് അറിയില്ല അല്ലേ. കാരണം എന്താണ്, നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കില്ല. കാരണം അതുകൊണ്ടാണ് ഈ പറയുന്ന കുറേ ആളുകൾക്ക് ഈ പറയുന്ന ഡൗട്ടുകൾ ഉണ്ടാകാൻ കാരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ A ആണോ B ആണോ എന്നുള്ള സംശയം നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഓപ്ഷൻ C ആണോ D ആണോ സംശയം നമുക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ല. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സുകളാണ്. നമ്മൾ എന്തെല്ലാം പഠിച്ചാലും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കണമെന്നാണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു പോർഷനാണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. പ്രധാനമായിട്ട് നമ്മുടെ ഈ പറയുന്ന ACDB ഒരുപാട് കറണ്ട് അഫയേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഒരു എക്സാമിനേഷൻ നടക്കുന്നതിന് ഒരു വർഷം ഒന്നല്ലെങ്കിൽ 1.5 വർഷം പുറകിലോട്ടുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും പഠിക്കണമെന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പറയുന്ന ഒരു ജൂണിലൊരു എക്സാം നടക്കുകയാണെങ്കിൽ ജൂണിൽ എക്സാം നടക്കുകയാണെങ്കിൽ ജൂണിന് തൊട്ട് മുമ്പുള്ള കഴിഞ്ഞ ജൂൺ, അതായത് ഒരു ജനുവരിക്ക് മുമ്പുള്ള പറയുന്ന കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ തൊട്ട് പറയുന്ന ഈ വർഷം ജൂൺ വരെയുള്ള ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എങ്കിലും എന്ത് ചെയ്യണം പഠിച്ചു. ഇപ്പോൾ 2026 ജൂണിൽ നടക്കുകയാണെങ്കിൽ 2020 ഒരു 4 ഡിസംബർ തൊട്ട് ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഒന്ന് നോക്കി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് 1.5 വർഷമാണ് പറയുന്നത്. 1.5 വർഷം മുതലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഏറ്റവും കുറഞ്ഞ ഒരു വർഷത്തെങ്കിലും തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെങ്കിലും ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും നോക്കി പോകേണ്ടത് അനിവാര്യമാണ്. മറ്റൊന്ന് പറയുന്നത് സയൻസ് ടോപ്പിക്കാണ്. ഓക്കെ, അതായത് സയൻസ് ടോപ്പിക്കിന് പ്രധാനമായിട്ട് SCRT ബേസ്ഡ് ആയിട്ടുള്ള സയൻസ് ടോപ്പിക്കുകൾ എപ്പോഴും പഠിച്ചോണം. ഓക്കെ,
അതാണ് നമ്മൾ ആദ്യം പറഞ്ഞതിന് കൂടെ തന്നെ പറയാനുള്ളത്. CCRT ബേസ്ഡ് ആയിട്ടുള്ള സയൻസ് ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചു തന്നെ പോകണം. സയൻസ് ടോപ്പിക്കുകൾ ഇപ്പോൾ ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ പഠിക്കാതിരിക്കരുത്. കാരണം ഒരുപാട് മാർക്സ് വരുന്ന ഒരു പാഠഭാഗമാണ് ഇപ്പോൾ സയൻസ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. രസതന്ത്രം ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ജീവശാസ്ത്രം ആയിക്കോട്ടെ, പ്രധാനമായിട്ട് പറയുന്ന സയൻസ് ടോപ്പിക്സിന് ഒരുപാട് ചോദ്യം വരാറുണ്ട്. ഒരുപാട് പേര് അവഗണിക്കുന്ന ഒരു പോർഷൻസുമാണ്. ഓക്കെ, എല്ലാവരും ചെയ്യണമെന്നില്ല, ചിലർ അവഗണിക്കുന്ന പോർഷനാണ് ഇപ്പോൾ സയൻസ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സയൻസ് ടോപ്പിക്സ് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഇതെല്ലാം ചെയ്തിരുന്നാൽ പോലും ഓക്കെ, നിങ്ങളെല്ലാം ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ മാത്രമേ ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാം, ഒരു എക്സാമിനേഷൻ നടക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് അല്ലേ? ഓക്കെ, നിങ്ങൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം അറിവുണ്ടെന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ ആക്യുറസി, നിങ്ങൾ എത്രത്തോളം പറയുന്ന സ്പീഡിൽ ഒരു കാര്യം ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുന്നത് മോക്ക് ടെസ്റ്റുകൾ വഴിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന 100 ചോദ്യം അടുപ്പിച്ച് അല്ലെങ്കിൽ 120 ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 120 ചോദ്യം ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ കഴിവിരിക്കുന്നത് ഈ പറയുന്ന 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ 2 മണിക്കൂർ കിട്ടുന്ന സമയത്താണ്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങളിൽ ഉത്തരം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെ ആ ഒരു പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ പറയുന്ന അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ പറഞ്ഞ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് മോക്ക് ടെസ്റ്റുകൾ വഴിയാണ്. ഓക്കെ, ഒരുപാട് പേര് ഈ പറയുന്ന നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊന്ന് സ്വന്തമായിട്ടൊന്ന് അവലോകനം ചെയ്താൽ തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലാവുന്ന കാര്യമായിരിക്കും. ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പറയുന്ന എന്ത് ചെയ്യുന്നത്, ടൈം ബന്ധിതമായിട്ട് നമുക്ക് ഈ പറയുന്ന എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടൈം ഓറിയൻറ്റഡ് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഈ എക്സാമിനേഷൻ എന്തായാലും തീർച്ചയായും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് നല്ലൊരു മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുള്ള ഈ പറയുന്ന 5 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, ബൾക്കായിട്ട് ഒരു കാര്യം പഠിക്കാതെ ഈ പറയുന്ന ഓരോന്നിനെ പറയുന്ന എന്താണ് ചെറിയ പാർട്ടുകളായിട്ട് മാറ്റിക്കൊണ്ട് തന്നെ ഓരോ സമയം ഓരോ പാർട്ടിനും കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ഓരോ ഭാഗത്തിനും ഇത്ര ടൈം ഇത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. വീക്കായിട്ടുള്ള ടോപ്പിക്കുകൾക്ക് കുറച്ച് സമയം അധികം കൊടുത്തുകൊണ്ട് വീക്കായ ടോപ്പിക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വായിച്ചു പോകുക എന്നുള്ളതല്ല, അതിനെന്ത് ചെയ്യുക, കുറച്ച് സമയം കൊടുത്തുകൊണ്ട് അതിനെന്ത് ചെയ്യുക, ബാക്കിയുള്ള ടോപ്പിക്കുകൾ കുറച്ച് സമയം കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ ഈ രീതി നിങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് തീർച്ചയായും നിങ്ങൾ മാറ്റം കാണാൻ സാധിക്കുന്നതാണ്, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നല്ല സ്റ്റഡി പ്ലാൻ പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പറയുന്ന ഈ വരുന്ന കമ്പനി ബോർഡ് എലിജിബിലിറ്റി നിങ്ങൾക്ക് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റികളാണ്. അതേപോലെ പറയട്ടെ, ഈ വരുന്ന കമ്പനി ബോർഡ് എലിജിബിലിറ്റി ഈ പറഞ്ഞ പ്രിലിംസ് ഒരു 2 ഘട്ടമായിട്ട് എക്സാമിനേഷൻ നടത്താൻ സാധ്യതയില്ല. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് അങ്ങനെ തള്ളിക്കളയാനും സാധിക്കില്ല. പക്ഷേ നമ്മൾ ഏറെ പറയുന്ന പ്രിലിംസ് കാണാൻ വലിയ സാധ്യതയില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു മാർഗ്ഗം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ എന്താണ് ഉറപ്പിച്ചുകൊണ്ട് വേണം പഠിക്കാൻ. ഓക്കെ, നല്ല മാർഗ്ഗം എന്ത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യണം, പഠിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. ഓക്കെ, മുൻ വർഷങ്ങളിൽ പറഞ്ഞ കട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ 70-72 കൂടുതലാണ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത വർഷം ഇങ്ങനെ തന്നെ പറഞ്ഞോ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എന്നിരുന്നാലും നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് 76 ആണ് ഈ പറയുന്ന മെയിൻസിനാണ് കട്ട് ഓഫ് വന്നിട്ട് 76 സംതിങ് ആയിരുന്നു ഈ പറയുന്ന കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ മെയിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന കമ്പനി ബോർഡ് എലിജിബിലിറ്റിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിൽ ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പേര് നിങ്ങൾ വന്ന് നിങ്ങളുടെ തന്നെ എന്താണ് ഡീമോട്ടിവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എത്ര വർഷങ്ങളായിട്ട് ഈ പറയുന്ന PSC പഠിക്കുന്ന നിൽക്കൊന്നും ആവുന്നില്ല എന്നുള്ള ഒരു ഇത് പല രീതികൾ എന്ത് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഒരുപാട് പേര് നിങ്ങളെ കളിയാക്കാറുണ്ടായിരിക്കും അല്ലേ? അവർക്ക് ചുട്ട മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ രീതിയിലുള്ള മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പറയുന്ന പ്രായം കൂടി വരുന്നവർ നിങ്ങളുടെ മുന്നിലുള്ള പ്രഷറും കൂടി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതിന് തളരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? നമ്മൾ ഈ പറയുന്ന പ്രതിസന്ധികളോട് നടന്നു പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കുള്ളൂ. അല്ലെങ്കിൽ പറയുന്ന നാളെ കാലത്ത് നമുക്ക് 4 പേരോട് പറയണ്ടേ, ഞങ്ങൾ പറയുന്ന എല്ലാവരും എന്നെ ഈ പറയുന്ന രീതിയിൽ എന്താണ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന എൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഞാൻ പഠിച്ച് മുന്നേറി എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ളവർ പറയാൻ സാധിക്കണം അല്ലേ? അതിന് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കുറേ ചില ആളുകളുടെയൊക്കെ എന്താണ് പറയുന്നതൊക്കെ കേട്ടും കുഴപ്പമൊന്നുമില്ല അല്ലേ? നമ്മൾ പറയുന്നത് നമ്മുടെ വിജയത്തിലേക്ക് വേണ്ടിയാണ് അല്ലെ? പറയുന്ന മഹാന്മാരുടെ ജീവിതമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഈ പറയുന്ന രീതിയിൽ അല്ലെ, കല്ലും മുള്ളൊക്കെ നിറഞ്ഞ പാതകളിലൂടെ ഒക്കെ എന്താണ് നടന്നിട്ടാണ് ഈ പറയുന്ന ജീവിതത്തിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യതയില്ല അല്ലേ? നല്ല രീതിയിൽ പഠിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു ജോലി എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും കിട്ടും, നിങ്ങൾ എഴുതി വെച്ചോ. ഓക്കെ, ഇപ്പോൾ കമ്പനി ബോർഡ് എലിജിബിലിറ്റിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ഏസ്ഡ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് എലിജിബിലിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട പ്രത്യേകത ഡെയിലി സ്റ്റഡി പ്ലാനും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസും മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ACD Bay അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യും. അതല്ല എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 99954672467 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുമ്പോൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ACD Bay അക്കാഡമിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയുന്ന അപ്ഡേറ്റുകൾ അപ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ എന്നാൽ ഡൗട്ടോ സജഷനോ എന്തെങ്കിലും നമുക്ക് മുന്നോട്ട് താല്പര്യമുണ്ടായാലും നമ്മുടെ ACD Bay അക്കാഡമി നിങ്ങൾ തൊട്ട് താഴെയായിട്ട് ഗൂഗിൾ ഫോമിൽ ലിങ്ക് താഴെ എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, ഡൗട്ട് സജഷൻ അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഉത്തരം ഏൽപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രയാണം ഇവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഒരു PSCയിൽ അല്ലെങ്കിൽ പറയുന്ന ഒരു കേരള സർവീസിലേക്കുള്ള ഒരു കേരള ഗവൺമെൻറ് സ്കീലിലുള്ള ഒരു ബോഡിയിലേക്ക് ഒരു കമ്പനിയിലേക്ക് ഒരു ജോലി എന്താണ് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രയാണം ഇവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ തുടങ്ങണം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ തുടങ്ങണം. ഓക്കെ, തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാണ്. ഓക്കെ, ഈ പറയുന്ന എക്സാമിനേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഓർപ്പിച്ചോ. ഈ പറയുന്ന എക്സാമിനേഷൻ നിങ്ങൾ എഴുതും, നിങ്ങൾ പാസ്സാവും. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണും, നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് മെമ്പർ ലഭിക്കും. ഓക്കെ, തീർച്ചയാണ്. ഓക്കെ, ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, നല്ലത് മാത്രം ചിന്തിക്കുക. നിങ്ങൾ നല്ല ദിവസം വരട്ടെ എന്ന് ആശംസിക്കുകയാണ്.